അങ്ങനെയില്ലേ ഞങ്ങൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചല്ല കുറച്ചധികം തന്നെയുണ്ട്. പച്ചയും പഴുത്തൊക്കെ ആയിട്ട് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഴുത്തതിൻ്റെ ചുളയൊക്കെ ഞങ്ങൾ വേർതിരിച്ചെടുത്തു കേട്ടോ. അന്നേരം എനിക്കൊരാഗ്രഹം കേട്ടോ, ചക്കയുടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചക്കയുടെ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ. യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ചക്കയുടെ പിന്നെ ആവിയിൽ ഇങ്ങനെ വാഴൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആവിയിൽ വെന്ത് കാണുമ്പോൾ ഒരാഗ്രഹം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ചക്ക പഴുത്തെടുത്ത് വെച്ചിനിപ്പോൾ ഇന്ന് 2 ദിവസം കഴിഞ്ഞ് കേട്ടോ ചക്ക ഫ്രിഡ്ജിൽ നിന്നിട്ട് നന്നായിട്ട് പഴുത്ത് വന്നു. അപ്പോൾ ആ പഴുത്ത് വന്ന ചക്ക പിന്നെ കുരു കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും അതേപോലെ തേങ്ങ ചിരകിയതും ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. അതിലേക്ക് 2 ആണി ശർക്കര ഉരുക്കിയത് അതിൻ്റെ പാനിയും കൂടി വാർന്നിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വാഴൻ്റെ ഇല വാട്ടിയിട്ട് അതിലേക്ക് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ആവിക്ക് വേവിക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പരത്തി വെച്ചപ്പം ഇനി വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ പരന്ന് നിൽക്കണ കാണുമ്പോൾ ഒരു തിന്നാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഉന്നക്കായിൻ്റെ ഒക്കെ വലിപ്പമില്ല ആ വലിപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ച് അതിൻ്റെ ഇല ചെറുതാക്കി വെച്ചിട്ട് അതിൽ ചുരുട്ടിയെടുത്തപ്പോൾ അത് കുറച്ചും കൂടി കൊള്ളാൻ തോന്നിയിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ വീട്ടിലുള്ളവർ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ മൊത്തം ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചൊരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഇതൊരു മാവ് പോലെയല്ലേ, ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ഹാർഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചക്കയുടെ ലാസ്റ്റ് ഷേപ്പ്. അപ്പോൾ അത് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കഴിക്കാനെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ.